ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു കാര്യം കണ്ടാലോ. കക്കറച്ചി നന്നാക്കിയിട്ട് അതെങ്ങനെയാണ് കേടാവാതെ സൂക്ഷിച്ച് വെക്കാമെന്നിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ 650 ഗ്രാമോളം ഞാൻ കക്കറച്ചി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നന്നാക്കിയെടുക്കാം കേട്ടോ. അതിൻ്റെ സൈഡിൽ ഒരു കറുത്ത സാധനം ഉണ്ട്, അതിങ്ങനെ നെക്കിയിട്ടുണ്ടെങ്കിൽ പോരും കേട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ എല്ലാവരും കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അത് കളയണോ വേണ്ടേന്നുള്ളത്. ചിലവർ കളയാണ്ട് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ചിലവർ കളയുന്നതും കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കളയാറുണ്ട്. അതുപോലെ ഞാൻ എല്ലാവരും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 3 വട്ടം കഴുകിയിട്ടുണ്ട്. അപ്പോൾ കഴുകും തോറും ഇതിങ്ങനെ വെള്ളച്ചായിട്ടായിരിക്കും വരിക. അപ്പോൾ 3 വട്ടം കഴുകിയതിന് ശേഷം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് കഴുകിയിട്ട് നമുക്കൊന്ന് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീസറിൽ സൂക്ഷിക്കുന്നതിനെക്കാട്ടും നല്ലതായിട്ട് നമുക്ക് അതേ ടേസ്റ്റോട് കൂടിയിട്ട് പിന്നീട് നമുക്ക് ഉണ്ടാക്കുമ്പോൾ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു വട്ടം ഉണ്ടാക്കി നമ്മൾ ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ടേസ്റ്റ് തന്നെ കിട്ടില്ല എന്ന് പറയൂലേ ചിലപ്പോഴൊക്കെ, അതുപോലെയൊന്നും ഇല്ല കേട്ടോ. ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ ഉണ്ടാക്കിയാലും നമ്മൾ ആദ്യം ചെയ്ത അതേ ടേസ്റ്റ് തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടുന്ന ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴുകിയതിന് ശേഷം കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക അതിനകത്തേക്ക്. അതുപോലെ തന്നെ ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് കക്കറച്ചിട്ടിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കുക, പൂർണ്ണമായിട്ട് അതിൽ വെള്ളമൊന്നും ഇല്ലാത്ത രീതിയിൽ വറ്റിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും വെള്ളത്തിലാണ് ഞാൻ വേവിക്കുന്നത്. ആ വെള്ളം മുഴുവനായിട്ട് ഞാൻ വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിൻ്റെ വെള്ളം പൂർണ്ണമായിട്ട് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുവിധം വെള്ളം വറ്റി ഫുള്ളായിട്ട് തീർന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ വെള്ളമൊക്കെ വറ്റി കുറച്ചും കൂടി ഉള്ളൂ കേട്ടോ. ഇനി ഇതും കൂടി നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. കറക്റ്റായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ചൂടാറാനിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചൂടാറിയിട്ട് ഒരു പാത്രത്തിലേക്ക് ആക്കി ഫ്രിഡ്ജിലോ വയ്ക്കുക, നമുക്ക് ഫ്രിഡ്ജിന് പുറത്തായാലും വെക്കാം കേട്ടോ. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയോ 2 ആഴ്ചയൊക്കെ നമുക്ക് കേടാവാണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിലാണ് ഞാനിവിടെ വെക്കാറ്. ഫ്രീസറിനകത്ത് വെക്കേണ്ട അതേ രുചിയിൽ തന്നെ നമ്മൾ പിന്നീട് ഉണ്ടാക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നുള്ളൂ.